50% സാധ്യത CPM നിലനിൽക്കുന്ന സമയത്ത് ആ സാധ്യത പോലും ഇല്ലാതാക്കി കോൺഗ്രസിന്റെ ഒരു മെമ്പറെ വിലക്കെടുക്കാൻ CPM പ്രേരിപ്പിച്ചത് അവരുടെ കഴിഞ്ഞ 10-20 വർഷക്കാലത്തിലേറെയായുള്ള പഞ്ചായത്തിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ മൂടി വെക്കുന്നതിന് ഭാഗമായിട്ടാണ്. സ്വാഭാവികമായും ഞങ്ങൾ ഇതിൽ 9 മെമ്പർമാർ ഔസേപ്പ് ഒഴികെയുള്ള 9 മെമ്പർമാർക്ക് കൃത്യമായി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് ടെസി ജോസിനെ സ്ഥാനാർത്ഥിയാക്കണം, പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള നിർദ്ദേശം ഔസേപ്പ് കാലുമാറുകയാണെങ്കിൽ ഞങ്ങൾക്ക് മീറ്റിംഗ് ഹാളിൽ കിടക്കുന്നത് വരെ ഞങ്ങളുടെ കൂടെയുള്ള മെമ്പർമാർക്ക് പോലും ഉറപ്പില്ലായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് മീറ്റിംഗ് തുടങ്ങിയ സമയത്ത് ഔസേപ്പിന്റെ പേര് ഒരു CPM മെമ്പർ നിർദ്ദേശിക്കുകയും മറ്റൊരു CPM മെമ്പർ പിന്താങ്ങുകയും ചെയ്തപ്പോൾ ഉടനെ തന്നെ കോൺഗ്രസിന്റെ മെമ്പർമാർ ടെസിയുടെ പേര് നിർദ്ദേശിക്കുകയും പിന്താങ്ങുകയും ചെയ്തു. മത്സരം ഉണ്ടായി. അവിടെ CPM വിരോധം കൊണ്ടാവാം BJP കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്നത് യാഥാർത്ഥ്യമാണ്. ആ തെരഞ്ഞെടുപ്പ് 12 വോട്ട് കോൺഗ്രസ് ടെസി ജോസിനും 11 വോട്ടുകൾ KR ഔസേപ്പിനും കിട്ടി. ഒരു വോട്ട് അസാധുവായി. ആ തെരഞ്ഞെടുപ്പ് ഫലം ടെസി ജോസിന് അനുകൂലമായിരുന്നു. അതിനുശേഷം മാധ്യമങ്ങൾ CPM നേതാക്കളെയും BJP നേതാക്കളെയും കണ്ട് കാര്യങ്ങൾ ചോദിച്ചു. പക്ഷേ ഞാനടക്കമുള്ള മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള മുഴുവൻ നേതാക്കളും തത്സമയം അവിടെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന എല്ലാ ചാനലുകളും അറിയാമായിരുന്നു ഞങ്ങൾ അവിടെ ഉണ്ടെന്ന്. ഞങ്ങളിൽ നിന്നൊരു അഭിപ്രായം നേടാൻ പോലും ഈ ഒരു ചാനലുകളോ ഒരു മാധ്യമങ്ങളോ തയ്യാറായില്ല. എത്രയും വേദനാജനകമായ കാര്യമാണ്. കടുത്ത നുണ പ്രചരണമാണ് പല ചാനലുകളും നടത്തിയത്. കോൺഗ്രസ് മെമ്പർമാർ BJPയിൽ ചേർന്നു, കോൺഗ്രസ് മെമ്പർമാർ ധാരണയുണ്ടാക്കി എന്നൊക്കെയാണ് ചാനലുകൾ വിളിച്ചു പറഞ്ഞത്. ഞാൻ ഏഷ്യാനെറ്റ് ചാനലിനെ ഞാൻ നേരിട്ട് വിളിച്ചു. നിങ്ങൾ എന്തിനാണ് ഈ നുണപ്രചരണം നടത്തുന്നതെന്ന് ഞാൻ ഏഷ്യാനെറ്റ് ചാനലിനോട് ഞാൻ വളരെ വ്യക്തമായി ചോദിച്ചു. മറുപടി പറയാതെ ഫോൺ കട്ട് ചെയ്യാനുണ്ടായത്. അപ്പൊ എന്തിന്റെ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ ഇത്തരം ഹീനമായ നുണപ്രചരണങ്ങൾ നടത്തുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാത്തത്. നൂർജഹാൻ നവാസ് BJP സ്ഥാനാർത്ഥിയാണ് എന്നാണ് പ്രചരിപ്പിച്ചത്. എന്ത് അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ അങ്ങനെ പറയുന്നത്? എന്ത് അടിസ്ഥാനമാണ് അതിന് മാധ്യമങ്ങൾക്കുള്ളത്? ഞങ്ങളുടെ 8 മെമ്പർമാർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു എന്നൊരു നോട്ടീസ് ശരിയാണ്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? തലേ ദിവസം KR ഔസേപ്പിനെ പാർട്ടിയിൽ നിന്ന് പാർട്ടിയിൽ നടപടിയെടുത്തതിനെതിരെ അതിൽ ഔസേപ്പിന് വലിയ വിദ്വേഷമുണ്ടായിരുന്നു. അപ്പോൾ ഔസേപ്പിന് ഞങ്ങളുടെ അടുത്ത് ആദ്യം വെച്ച ഡിമാൻഡ് DCC പ്രസിഡന്റ് നേരിട്ട് വിളിക്കണം എന്നുള്ളതായിരുന്നു. KR ഔസേപ്പ് വിമത സ്ഥാനാർത്ഥിയെ മത്സരിച്ചു എന്നാണ് പറഞ്ഞത്. വിമത സ്ഥാനാർത്ഥിയല്ല എന്ന് കൃത്യമായിട്ട് ഞങ്ങൾ ബോധ്യപ്പെട്ടു. പാർട്ടിക്ക് തെറ്റുപറ്റി. ആരും എതിർത്തില്ല. ഞങ്ങളോട് DCC പറഞ്ഞത് നിങ്ങൾ ഈ 3 പേരെയും, അതായത് 3 ആളുകൾക്ക് DCC മണ്ഡലം കമ്മിറ്റി അറിയാതെ പാർട്ടി ചിഹ്നം കൊടുത്തിരുന്നു. നിങ്ങൾ ആ സമയത്ത് പല മാധ്യമങ്ങൾക്കും അറിയാം. ഉണ്ടായിരുന്നു. DCC തന്നെ ഏറ്റെടുത്തു. ഇവിടെയുള്ള ഇപ്പൊ എന്റെ പാർട്ടിക്ക് ഇന്ന് സസ്പെൻഡ് ചെയ്തതെന്നാണ് പറയുന്നത്. ഇന്നലെ ഞാൻ മാധ്യമങ്ങളിലൂടെ ഞാൻ അറിഞ്ഞത്. ഇല്ല തീർച്ചയായിട്ടും മുൻ DCC സെക്രട്ടറിയാണ്. എന്തായാലും എനിക്കറിയില്ല. എന്നോട് പാർട്ടി ഇതൊരു വിശദീകരണം ചോദിക്കുകയോ DCC പ്രസിഡന്റ് ബന്ധം ഞാൻ ഇന്നലെ വൈകിട്ട് DCC പ്രസിഡന്റ് നേരിട്ട് പോയി കണ്ടു. DCC ഓഫീസിൽ പോയി. ഈ ചിഹ്നം കൊടുത്തു, അവിടെ വിമതനായി ഇയാൾ മത്സരിച്ചു. ഔദ്യോഗിക പക്ഷമായ നിങ്ങൾ ആ വിമതന്റെ ഒപ്പം ഉണ്ടായിരുന്ന വിമതനടക്കം നിങ്ങളുടെ പാനലിലേക്ക് ഉൾപ്പെടുത്തി. ഇതല്ലേ നടന്നത്? അല്ല. പിന്നെ പാർട്ടി ചിഹ്നം അവർക്ക് എങ്ങനെ? വാർഡ് കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി, നിയോജക മണ്ഡലം കോർ കമ്മിറ്റി, ഇതാണ് നിങ്ങൾക്കറിയാം KPCC സംവിധാനം ഒന്നടങ്കം പോയില്ലോ. സംവിധാനങ്ങൾക്കെതിരെയാണല്ലോ. അല്ലല്ല, നിങ്ങൾക്കറിയാം കൃത്യമായി KPCC എങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള മാനദണ്ഡമെന്ന്. വാർഡ് കമ്മിറ്റികൾ ഏകകണ്ഠമായി ശുപാർശ ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ അംഗീകരിക്കണമെന്നും അല്ലാത്തത് മണ്ഡലം കോർ കമ്മിറ്റികളോ നിയോജക മണ്ഡലം കോർ കമ്മിറ്റികളോ ചർച്ച ചെയ്ത് ഏകകണ്ഠമല്ല എങ്കിൽ ജില്ലാ കമ്മിറ്റിക്ക് വിടണമെന്നുമാണ്. ഈ KR ഔസേപ്പും ടെസി ജോസും വാർഡുകളിൽ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. സ്വാഭാവികമായും അവർ പ്രചരണം തുടങ്ങി. ആ പ്രചരണം തുടങ്ങിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇതിലിരിക്കുന്ന പല ചാനലുകൾക്ക് അറിയാമല്ലോ, മാധ്യമങ്ങൾക്ക് അറിയാമല്ലോ, DCC ഓഫീസിൽ ആരോഗ്യമെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും അവർക്ക് 3 ആളുകൾക്ക് കൈപ്പത്തി ചിഹ്നം അനുവദിച്ചുവെന്നും
ഒരിക്കലും DCCക്ക് അങ്ങനെ 3 പേർക്ക് മാത്രമായിട്ട് 24 വാർഡുകളുള്ള സ്ഥലത്ത് 3 പേർക്ക് മാത്രമായി ചിഹ്നം അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയില്ലേ? ബാക്കിയുള്ള 21 ചിഹ്നങ്ങളും മണ്ഡലം പ്രസിഡന്റ് കയ്യിലാണ് ഏൽപ്പിച്ചത്. 3 പേർക്ക് മാത്രം. ഈ മണ്ഡലം പ്രസിഡന്റ് ഈ ഇന്നലെ തെരഞ്ഞെടുപ്പിലേക്ക് പോയി, നിങ്ങൾ മണ്ഡലം ഭാരവാഹിയുണ്ടല്ലോ, തെരഞ്ഞെടുപ്പിലേക്ക് പോയ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ അംഗങ്ങൾക്ക് വിപ്പ് നൽകിയോ? വിപ്പ് നൽകേണ്ടത് മണ്ഡലം കമ്മിറ്റി അല്ല, ജില്ലാ പ്രസിഡന്റാണ് വിപ്പ് നൽകുന്നത്. പച്ച നുണയാണ് അദ്ദേഹം പറഞ്ഞത്, പച്ച നുണയാണ്. കാരണം അങ്ങനെ ഒരു വിപ്പേ നൽകിയിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല.